ചേരുന്നുണ്ട് അനീഷ, ശ്രീമതി അനീഷ. ആ കേൾക്കാമോ? കേൾക്കാം. ഇതൊരു ഒരു ഒരു സ്ത്രീയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിനെ സ്ത്രീകൾ എങ്ങനെ കാണുന്നു അനീഷ? ഇത് അവർക്ക് ദുരനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷെ അത് തെളിയിക്കാൻ അവർ കഴിയുന്നില്ല. ഇപ്പൊ അവർ മുങ്ങിയിരിക്കുകയാണ്. നിയമത്തോട് അവർ ഒളിച്ചു കളിക്കുകയാണ്. ഇത് പിടിക്കാൻ പോലീസിലാകുമെന്നാണ് വരുന്നത്. എന്താണ് അനീഷ ഈ സംഭവം പിടിച്ചേക്കും? കേരള പോലീസ് അല്ലേ പിടിച്ചേക്കും. പിടിക്കുന്നതിനൊന്നും ഒരു ഇതില്ല, എവിടെ പോയാലും പിടിക്കും. പക്ഷേ ഇത് കേസ് മുന്നോട്ട് പോവുകയില്ല. കാരണം സ്ത്രീകൾക്ക് കുറെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും ആവശ്യമില്ലാതെ കൊടുത്തിട്ടുണ്ട്. ഇക്വാലിറ്റി വേണമെന്ന് പറഞ്ഞാല് ഇക്വാലിറ്റി എല്ലാത്തിനും വേണം. പുരുഷന്റെ ഒപ്പം സ്ത്രീക്ക് ഇക്വാലിറ്റി വേണമെന്ന് പറഞ്ഞ് സ്ത്രീ ഞാൻ സ്ത്രീയാ പറയുന്നിടത്ത് പുരുഷന് ഇക്വാലിറ്റി ഇല്ല. അതാ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. നിങ്ങൾ തന്നെ ഈ ചാനലില് കൂടുതലും മിക്ക ചാനലുകളിലും കാണിക്കുന്നത് ആ സ്ത്രീയുടെ മാറത്തിങ്ങനെ ഒരയുന്ന വീഡിയോ. അതേസമയം ആദ്യത്തെ ഷോട്ട് നിങ്ങൾ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ സ്ത്രീയുടെ മുഖം ബ്ലർ ചെയ്താ കാണിക്കുന്നത്. ഇവിടെ ആരാ? നിങ്ങൾ തന്നെ പറ, ആരാ? ആ പുരുഷനാ. നിങ്ങൾ ആ പുരുഷനെ മാക്സിമം ചാനലുകളിൽ മൊത്തം മുഖം കാണിച്ച് ഇന്ന വിഷയത്തിന് ആ വ്യക്തി മരണപ്പെട്ടതെന്ന് മനസ്സിലാക്കിയിട്ട് കൂടി ഇതേന്നുള്ള ഒരു അനുകമ്പ പോലും കാണിക്കാതെ സകല ചാനലുകളിലും ആ മനുഷ്യന്റെ മുഖം എടുത്ത് കാണിച്ച് അവളുടെ മുഖം ബ്ലർ ചെയ്ത് കാണിക്കുക. എവിടെ ഇക്വാലിറ്റി? ഇവിടെ എന്താ? നിങ്ങൾ ഈ മീഡിയ തന്നെയാ ഇത്രയും സ്ത്രീകൾക്ക് പവർ കൊടുത്ത് ആ വരുന്ന ഒരു വിഷയം, അവർ കൊടുക്കുന്ന ഒരു കേസ് കറക്റ്റ് ആണോ അതോ കള്ളവാണോ എന്ന് പോലും നോക്കാതെ അവർക്ക് മുൻതൂക്കം കൊടുത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ നിയമവും ഇവിടെ ഉള്ള ആൾക്കാരും തന്നെയാ. ഇതിന്റെ സത്യാവസ്ഥ ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. ഇത് ട്രെൻഡാ. സോഷ്യൽ മീഡിയയെ വൈറലാകാനുള്ള ട്രെൻഡാ. ഇത് മനസ്സിലാക്കി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന എന്തോ ഒരു വലിയ ഓസ്കാർ സമ്മാനം കിട്ടിയ പോലെ ചിലർക്ക് തോന്നുന്നു. അങ്ങനെയാണോ? ഓസ്കാർ സമ്മാനം അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ഇത് ഇത്രയും ഇതിന്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ ഇതിനു മുമ്പ് പല കാര്യങ്ങൾ അബ്സ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇതിനു മുമ്പ് ഒരു ആഴ്ചക്ക് മുമ്പ് ഇതേപോലെ ഒരു സംഭവം നടത്തി. അയാളുടെ മുഖം ബ്ലർ ചെയ്ത് ആ സ്ത്രീ കാണിച്ചത് കൊണ്ട് അയാൾ ഇന്ന് ജീവനോടെ ഓടിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഇതിന്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കി അതിനൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ യുവാവിന്റെ മരണം ഇവിടെ നടക്കുകയില്ലായിരുന്നു. ഇതിനെ ആദ്യം ആൾക്കാർ പൊക്കി കൊണ്ടുവന്ന് ഇത് ഇത്രയാക്കി. ഏറ്റവും വലിയ വിഷയം, ഏറ്റവും വലിയ കൊടുംചതി, മരിച്ചു കഴിഞ്ഞു ആ മനുഷ്യന്റെ മുഖം കാണിക്കുന്ന, ആ ഇരയുടെ മുഖം കാണിക്കുന്ന സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അതിജീവിതനും ഉണ്ട് ഈ ലോകത്ത്, സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇത് നേരെ തിരിച്ച് ആ പുരുഷന്റെ ആ പുരുഷൻ തോണ്ടിയെന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഇവിടെ വിഷയം? എന്തായിരുന്നേനെ? ഇതിപ്പോ സത്യാവസ്ഥ ആ വീഡിയോയിലൂടെ ജനങ്ങൾക്ക് മൊത്തം മനസ്സിലായി. ആ മനുഷ്യൻ ജീവൻ വെടിഞ്ഞത് കൊണ്ട് ഇന്ന് ആ മനുഷ്യന് വേണ്ടി എല്ലാ ആൾക്കാരും സംസാരിക്കുന്നു. നേരെ തിരിച്ച് ഇന്ന് ആ മനുഷ്യൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ പോലും ആ മനുഷ്യന് വേണ്ടി സംസാരിക്കാല. അയാളെ കൊത്തി വലിച്ചേനെ. നീതി ഉറപ്പാക്കാൻ ഈ മനുഷ്യനല്ലേ ജീവൻ കൊടുക്കേണ്ടി വന്നു. ഓരോ പുരുഷന്റെ അവസ്ഥ അങ്ങനെയാ. സ്വന്തം ജീവൻ വെടിയേണ്ടി വരും ആ മനുഷ്യന്റെ നിരപരാധിത്വം തെളിയിക്കാൻ. അതേസമയം ഇനി ഇത് ലാസ്റ്റ് ആകണം. ഇനി ഒരുത്തികളും ക്യാമറയും കൊണ്ട് ഇവിടുമാർക്കും ബസ്സിലും മറ്റുള്ള വണ്ടികളിലും കയറുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടുമാർ ഒന്നിനെ പടക്കട്ടെ ഇട്ടിട്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാഹനം വാങ്ങട്ടെ. 50 രൂപ 1000 രൂപ 10000 രൂപ കൊടുത്താൽ മതി, EMI വാഹനം കിട്ടും. അതിൽ പോകട്ടെ. അല്ലാതെ വണ്ടി വാഹനത്തിൽ പോയാൽ അതിന്റെതായ തിക്കും തിരക്കുകളും ഉണ്ടാവും. അതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. ഇത് എത്രയായി? ശരി, അപ്പൊ കൃത്യമാണ്, അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ ഗോളന്തര എന്നോട് പറയുന്നു, ഇമെയിൽ അയച്ചാൽ കേസെടുക്കുന്ന ഇരയുടെ രക്ഷകൻ മുഖ്യമന്ത്രി ഇതൊന്നും കാണുന്നില്ലേ, നാട്ടിലുണ്ടോ അവോ എന്നൊക്കെ എന്നോട് പരിഹാസപൂർവ്വം ചോദിക്കുന്നുണ്ട്. എപ്പോഴാണ് ഞാൻ രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുന്നത്? പുരുഷന് വേണ്ടി വാദിക്കാൻ ആരുമില്ല. രാഹുൽ ഈശ്വർ അക്വറിയസ് അനീഷയെ പിന്തുണയ്ക്കുന്നു, തംസപ്പൊക്കെ ഇടുന്നു. അപ്പോൾ അനീഷയ്ക്ക് കൂടുതൽ പിന്തുണ കിട്ടുകയാണ്. ആത്മഹത്യാ പ്രേരണ മാത്രം എടുത്താൽ പോരാ, ഹണി ട്രാപ്പ് കേസും കൂടി എടുക്കണം എന്ന ആവശ്യമുണ്ട്. അപ്പോൾ നീരജ് നൈസ് പോയിന്റ്, ചേച്ചി ഗംഭീരം പ്രതികരണം എന്ന് പറഞ്ഞ് അനീഷയെ പുകഴ്ത്തുന്നുണ്ട്. അപ്പം ശ്രീമതി ഗിരിജ, സ്ത്രീകൾക്ക് അമിത പ്രാധാന്യം മാധ്യമങ്ങൾ കൊടുക്കുന്നു, നിയമങ്ങൾ കൊടുക്കുന്നു എന്നാണ് മറ്റൊരു ഇപ്പോൾ ഒരു പ്രേക്ഷക അനീഷ പറയുന്നത്. ശ്രീമതി ഗിരിജ എന്ത് കരുതുന്നു? തീർച്ചയായും അങ്ങനെ തന്നെയല്ലേ. ആണോ? ഈ സ്ത്രീ ഒരുമ്പിട്ടാലെന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഇപ്പൊ ഈ സ്ത്രീകൾ എന്ത് എന്ന് പറഞ്ഞാലും പുരുഷന്മാര് ചെയ്തത് ശരിയാണോ തെറ്റാണെന്നൊന്നും നോക്കണില്ല. അവർക്കെതിരെ കേസെടുക്കുക, ഇവരെ അങ്ങോട്ട് വാഴ്ത്തിപ്പാടുക. ഇതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഇതെന്താ ഈ കേരളത്തിൽ നടക്കണേ? അത് നടക്കാതിരിക്കണേ എങ്ങനെയാ? ഒരു ഇലക്ഷൻ വരുമ്പോ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് ആണുങ്ങളെ ആരെങ്കിലും
അവരെ പീഡിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് കേസുണ്ടാക്കുക. ഇത് ഇവര് കണ്ടുപിടിക്കുകയല്ലേ. ഇവർക്കറിയാം ഞങ്ങൾ എന്ത് കേസുണ്ടാക്കി കൊണ്ട് ചെന്നാലും ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടും എന്നവർക്കറിയാം. അങ്ങനെ പറഞ്ഞു കൊണ്ടുവന്ന് ഓരോരുത്തരെ ഇലക്ഷൻ നിർത്തും, അല്ലെങ്കിൽ അവർക്ക് കാശ് കൊടുക്കും. സരിത എന്നാ ചെയ്തത്? ഇപ്പൊ സരിത എന്തായി? ആ ഉമ്മൻചാണ്ടി വല്ലതും ചെയ്തിട്ടാണോ? ഈ ലോകം മുഴുവൻ ആൾക്കാർ മുഴുവൻ വിശ്വസിച്ചില്ലേ? വിശ്വസിച്ചാൽ ഞങ്ങളാരും വിശ്വസിച്ചില്ല, എന്നിട്ട് അവര് തോറ്റുപോയില്ലേ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ സ്ത്രീകൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ വേണ്ടി ഇരിക്കുന്നത് ഇതാണ് ഈ സ്ത്രീകളെ വളർത്തി കൊടുക്കുന്നത്. ഇത് ഈ നാട് ഇങ്ങനെ നശിപ്പിക്കുന്നതിന്റെ ഒറ്റ കാരണം. ഇപ്പൊ എന്ത് വേണ്ട, ബസ്സിൽ പോകില്ല, ഇനി ആണുങ്ങൾക്ക് ബസ്സിൽ കയറാൻ പേടിയാ. ശരി, വ്യക്തമാണ്, അഭിപ്രായം കൃത്യവുമാണ്. അപ്പൊ ഞാൻ നോക്കട്ടെ, നമുക്ക് കൂടുതൽ സ്ത്രീകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്നോട് എനിക്ക് മെസ്സേജ് അയച്ചു സബീന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.